ഗവർണർ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും രണ്ട് നീതി എന്ന രീതിയിൽ പോലീസ് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ മുന്നിൽ കണ്ട കാര്യങ്ങളാണ്. ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രൂപത്തിൽ പോലീസ് പ്രവർത്തിച്ചു, എവിടെയൊക്കെ ഇറങ്ങിക്കളിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ചില സമയത്ത് നിസ്സഹായാവസ്ഥയിലാകുന്നുണ്ട് പോലീസ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗവർണർ ഈ പറയുന്ന ആ ആരോപണം, അതായത് തനിക്കും മുഖ്യമന്ത്രിക്കും രണ്ട് നീതി എന്ന് പറയുന്നതിൽ എന്താണ് ലാൽകുമാറിന്റെ അഭിപ്രായം? അതിലേക്ക് വരുന്നതിന് മുമ്പ് സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞ ഒരു വിഷയത്തിന് ഒരു മറുപടി പറയണമെന്ന് തോന്നുന്നു. കേരളത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തനാണ് സണ്ണിക്കുട്ടി എബ്രഹാം. സണ്ണിക്കുട്ടി എബ്രഹാം പങ്കെടുക്കുന്ന ചർച്ചയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പലരും അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ഒന്നും ചോദ്യം ചെയ്യപ്പെടാതെ പോകാറുണ്ട്. ഇപ്പൊ നോക്കൂ, സണ്ണിക്കുട്ടി എബ്രഹാം കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒരൊറ്റ ചോദ്യം പോലും സ്മൃതി തിരിച്ചു ചോദിച്ചില്ല. അത് സാധാരണഗതിയിൽ താങ്കളുടെ കുഴപ്പമൊന്നുമല്ല, സാധാരണഗതിയിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പൊതുവെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതങ്ങ് ഏറെ നിൽക്കുകയും ചെയ്യും. അദ്ദേഹം അത് നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ടാണ് നിങ്ങളത് എടുക്കേണ്ടതെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാര്യം അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിച്ചു തന്നെ വേണം നിങ്ങൾ പോകാൻ. കാര്യം നിങ്ങൾ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ്. അദ്ദേഹം പറഞ്ഞ എന്താണ്? കോടതി ഈ പറയുന്ന സെനറ്റിൽ ആൾക്കാരെ എടുത്തത് ശരിവെച്ചു എന്ന്. എവിടാ ശരിവെച്ചത്? ഏത് നാട്ടിലാ ശരിവെച്ചത്? അത് സ്മൃതിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അത് ശരിവെച്ചിട്ടില്ല എന്ന്. അത് താങ്കൾ ചോദ്യം ചെയ്യണ്ടേ? മുതിർന്ന മാധ്യമ പ്രവർത്തനാന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ? അത് ഞാൻ പറയുന്നതിന് എന്ത് ന്യായമുണ്ടോ? ഒരാൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ അപ്പോയിന്റ്മെന്റ് ലീഗലൈസ് ചെയ്ത് കോടതി കൊടുത്തു എന്നല്ല. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ലോയ്ക്കകത്ത് അങ്ങനല്ല പറയുന്നത്. അപ്പൊ താങ്കളെ പോലൊരാള് നിർബന്ധമായും അതിനകത്ത് ഇടപെടേണ്ടതായിരുന്നു. സണ്ണിക്കുട്ടി എബ്രഹാം അത് മുതിർന്ന മാധ്യമ പ്രവർത്തനമായതുകൊണ്ട് പറഞ്ഞിട്ട് പോകുന്ന ഒരു ശീലം പലയിടത്തും ഉണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുവാണ്. ഇത് നിങ്ങൾ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. നോക്കൂ, ഇവിടെ മുസ്തഫ പറഞ്ഞതിനകത്ത് എന്താ തെറ്റ്? മുസ്തഫ പറഞ്ഞത് ഞാൻ പറയുന്നത് നോ വൺ ഹാസ് അറ്റാക്ഡ്. അദ്ദേഹത്തെ ആരും തൊട്ടിട്ടില്ല. ആരും അദ്ദേഹത്തെ തൊട്ടിട്ടില്ലെന്ന്. അദ്ദേഹത്തിന് ഇന്ന് ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടാക്കിയെടുക്കണമായിരുന്നു. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് പ്രധാനമന്ത്രിയെ വിളിക്കുന്നു, ഗവർണറെ വിളിക്കുന്നു, അല്ലെ ലോകത്തുള്ളവരെല്ലാം വിളിക്കുന്നു. അദ്ദേഹം ആരെ വിളിച്ചതെന്ന് ഞാൻ പറഞ്ഞു. ഐ എം എക്സാജറേറ്റിംഗ് ഇറ്റ്. പക്ഷേ അദ്ദേഹം അപ്പോഴേ മേളിലോട്ട് പറയുന്നു. അദ്ദേഹത്തിന് പറയേണ്ട കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു വെക്കാൻ സ്ഥാപിക്കുന്നത് എന്താണ്? കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ തകർന്നു. അതല്ലേ പറഞ്ഞു വെക്കേണ്ട പോന്നെ. പോലീസ് വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ തകർന്നു എന്ന് ഗവർണർ പറഞ്ഞാൽ തകരത്തില്ല. അതുവഴി കേന്ദ്രത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വെച്ചാൽ നടക്കത്തില്ല. ഇതിന് സുപ്രീം കോടതിയിലൊക്കെ പല തവണകളായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അത് നോക്കുന്നില്ലെങ്കിലും ബാക്കി നോക്കുന്ന ആൾക്കാരോടുണ്ട്. അല്ല, ഇപ്പൊ പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞാൽ CRPF ആണ് എടുത്ത കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്. ഒരിക്കലും അല്ല. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇൻസിഡന്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യമാണ്. അദ്ദേഹം ഈ പറയുന്ന 2.5 മണിക്കൂർ മറ്റോ വഴിയിലിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഗതികേടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം ഞാൻ വഴിയിലിരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരു ഗവർണർ വഴിയിലിരുന്ന് ഈ പണി കാണിക്കാൻ തീരുമാനിച്ചാൽ ഇരിക്കുമെന്നേ ഉള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാനില്ല. പിന്നെ FIR ഇട്ട് കഴിഞ്ഞാൽ ശിക്ഷയാകത്തില്ല. അതിനൊരു ചാർജ് ഷീറ്റ് ഉണ്ടാകണം, അത് ചാർജ് ആകണം, എവിഡൻസ് കാണണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഈ പറയുന്ന കാര്യം പ്രൈമ ഫേസി എടുത്ത് ദൂരെ കളയും. അതാണ് നടക്കാൻ പോകുന്നത്. നോക്കൂ, നിയമം നീതിപീഠം എന്ന് പറയുന്നത് ഗവർണർക്ക് വേണ്ടി മുട്ടുവളച്ച് നിൽക്കത്തൊന്നുമില്ല. ഇപ്പൊ ഇദ്ദേഹം ചെയ്തെന്താ? അവിടെ നിന്ന പോലീസുകാരെ, ആ പാവപ്പെട്ട പോലീസുകാരെ പേടിപ്പിച്ച് FIR അടിച്ചു. അല്ല പിന്നെന്താ? അല്ല, ഈ പറയുന്ന പോലീസുകാരൻ നേരെ മുഖ്യമന്ത്രിയെ വിളിച്ചു ചോദിച്ച് ഇതിനകത്ത് FIR ഇടണമെന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ട് തേടിയിട്ടാണോ FIR ഇട്ടത്? അല്ല, അദ്ദേഹത്തെ പേടിച്ച് ഈ പറയുന്ന ആള് ഈ വഴിയിലിറങ്ങി തോന്നിവാസം കാണിക്കുമ്പം ഈ തോന്നിവാസം എങ്ങനെയും നിർത്തണം. അവർക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതിനിട്ട് FIR അല്ല, ആ പിള്ളേരെന്തെങ്കിലും ചെയ്തിട്ടൊന്നുമല്ല. നിങ്ങൾ അങ്ങനൊന്നും കാണേണ്ട കാര്യമില്ല. അവരൊന്നും ചെയ്തിട്ടില്ല, ആ കുട്ടികളൊന്നും ചെയ്തിട്ടില്ല. ഒരു സമരം, നിങ്ങൾക്ക് സമരത്തിന്റെ മെറിറ്റിലേക്ക് വന്നാൽ ഈ പറയുന്ന അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് എതിർപ്പുണ്ട്. അവർ സമരം ചെയ്യും. നോക്കൂ, സ്മൃതി അതിന് കൊണ്ടുവന്ന അനാലജി എന്താണ്? മുഖ്യമന്ത്രി പോയപ്പം ഈ പറയുന്നിടത്ത് FIR ഇട്ടില്ലേ? ശരി, മുഖ്യമന്ത്രി എപ്പോഴാണ് റോഡിലിറങ്ങിയത്? അപ്പോഴല്ലേ അവിടുത്തെ ഏറ്റവും വലിയ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകുന്നത്. ഗവർണർ നേരിട്ട് ഒരു പ്രശ്നം ഇവിടെ നേരിടുന്നു എന്ന് അദ്ദേഹത്തിന് ഒരു നെറേറ്റീവ് കൊണ്ടുവരണമെങ്കിൽ അദ്ദേഹത്തിന് വണ്ടി പോകുന്നു, അദ്ദേഹം പോയി, അദ്ദേഹത്തിന് സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടാകുന്നില്ല, ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വരുന്നില്ല, കരിങ്കൊടി കാണിക്കുന്നു, വീട്ടിൽ പോകുന്നു. ഈ പറയുന്നിടത്ത് ഏതിൽ കണ്ണൂര് ഈ പറയുന്ന സ്ഥലത്തെല്ലാം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പോലീസുകാർ അടിച്ചു, ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. നമ്മൾ പല ചർച്ചകളും നടത്തിയതാണ്. ഇത് മുഖ്യമന്ത്രി ഇറങ്ങി വന്നിട്ട് എന്നാ ഇവനെ അറസ്റ്റ് ചെയ്യുക, എന്നാ നമുക്ക് നോക്കാം, എന്നാ ഞാൻ തന്നെ നിന്നെ കൈകാര്യം ചെയ്തേക്കാം എന്ന് പറഞ്ഞ് റോഡിലോട്ട് ഇറങ്ങുമല്ല ചെയ്യുന്നത്. അതല്ല പ്രോട്ടോകോൾ. അങ്ങനെ ചെയ്തില്ല. പക്ഷെ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇത് ശരിയാണ്. രക്ഷാപ്രവർത്തനം തുടരാൻ അവിടുത്തെ SFI DYFI പ്രവർത്തകരോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട്. നേരിട്ട് ഇറങ്ങിയിട്ടില്ല. അത് ശരിയാണ്. ഉണ്ടെന്നേ.
ഞാൻ എന്നോട് കാണിച്ചതിന്റെ ഒരു നാലിലൊന്ന് ആവേശം സണ്ണിക്കുട്ടിയോട് അല്ല അത് എനിക്ക് വിട്ടേക്കു, അതെനിക്ക് വിട്ടേക്ക്. ഏത് രൂപത്തിൽ ചോദിക്കുന്നില്ല എനിക്ക് വിട്ടേക്കു ലാൽകുമാർ. താങ്കൾ ഇങ്ങനെ വല്ലാതെ ക്ലാസ് എടുക്കണ്ട, താങ്കൾ ഇങ്ങനെ വല്ലാതെ ക്ലാസ് എടുക്കണ്ട. ലാൽകുമാറിന് പറയാനുള്ള ലാൽകുമാർ പറഞ്ഞോളൂ. ക്ലാസ് നിങ്ങൾക്ക് വിടേണ്ട അല്ല ഒരു പൊതു ചർച്ചയ്ക്കകത്ത് നിങ്ങൾ നിഷ്പക്ഷ അല്ല എന്ന് പറയാനുള്ള ബാധ്യത എനിക്കുണ്ട്. അത് പറഞ്ഞോളൂ, അത് താങ്കൾ പറഞ്ഞോളൂ. ചീട്ട് മേടിച്ചിട്ടല്ല എനിക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഞാൻ ഓരോരുത്തരോടും ചോദിക്കും. അതിൽ ഈ ചോദ്യം ചോദിക്കണമായിരുന്നു, അതായിരുന്നു ചോദിക്കേണ്ടതിൽ നിന്ന് ക്ലാസ് വേണ്ട, അത്രയേ ഉള്ളൂ. അത് ഞാൻ പറയണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. എനിക്കും തീരുമാനിക്കാം ചില കാര്യങ്ങൾ ലാൽകുമാർ, എനിക്കും തീരുമാനിക്കാം ചില കാര്യങ്ങൾ ലാൽകുമാർ. താങ്കൾ ഇവിടെ അധിക്ഷേപം മാത്രമാണ് തുടരുന്നത്. താങ്കൾക്ക് പറയാനുള്ള പോയിന്റിലേക്ക് വരാം. താങ്കൾ ഇങ്ങനെ അധിക്ഷേപം ഇങ്ങനെ തുടരണ്ട. എന്നെ ഒരു ചേരിയിൽ പെടുത്തിയിട്ട് താങ്കൾ അങ്ങ് മുന്നേറണ്ട. ഞാൻ ഓരോരുത്തരോടും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ശ്രീ ലാൽകുമാർ, താങ്കൾ എന്നെ ഏതെങ്കിലും ഒരു ചേരിയിൽ കെട്ടിയിടണ്ട, അതിന് താങ്കൾ ശ്രമിക്കണ്ട. ഞാൻ പറഞ്ഞതിൽ സ്മൃതിക്ക് ചേരിയിൽ പെട്ടു സ്മൃതിക്ക് തോന്നാൻ കാര്യം എന്താ? എനിക്ക് തോന്നാൻ കാര്യമില്ല. താങ്കൾ ആവർത്തിച്ചു പറഞ്ഞു, താങ്കൾ ആവർത്തിച്ചു പറഞ്ഞു ഈ കാര്യങ്ങൾ ചോദിക്കില്ല, ഇന്നയാളോട് ചോദിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയണ്ട. ഞാൻ ഏത് ഘട്ടത്തിൽ ചോദിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചോളാം. നിങ്ങളുടെ നിഷ്പക്ഷതയെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. ലാൽകുമാറോട് ഞാൻ ചോദിച്ച ചോദ്യം ലാൽകുമാർ മറുപടി ഉണ്ടോ? രണ്ട് നീതിയുണ്ടോ പോലീസിന്റെ ഭാഗത്ത്? രണ്ട് നീതിയുണ്ടോ? അങ്ങനെ ഇല്ല എന്നാണ് താങ്കൾ തോന്നുന്നെങ്കിൽ അത് വിശദീകരിക്കൂ. രണ്ട് നീതിയുണ്ടോ? ഇല്ലെങ്കിൽ അത് വിശദീകരിക്കൂ. എന്തുകൊണ്ടാണ് താങ്കൾക്ക് അങ്ങനെ തോന്നുന്നത്? അത് പറയൂ. ഞാൻ പറയാം. ഈ പറയുന്ന രീതിയിൽ ഇദ്ദേഹം FIR ഇട്ടു, ഗുരുതരമായ വകുപ്പ് ഇട്ടു എന്ന് തന്നെയല്ലേ ഗവർണർക്കെതിരെ സമരം ചെയ്തവർക്ക് നിങ്ങൾ പറഞ്ഞത്? അല്ലാതെ വേറൊരു സാധനം അല്ലല്ലോ പറഞ്ഞതാണോ? നിങ്ങളുടെ വാർത്ത എന്താ? ഈ പറഞ്ഞ സമരം ചെയ്ത 17 പേർക്കെതിരെ ഗുരുതരമായ വകുപ്പിട്ടെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഗവർണർക്കെതിരെ സമരം ചെയ്തവർക്കെതിരെ ഗുരുതരമായ വകുപ്പിട്ടുണ്ടായിരുന്നല്ലോ പോലീസ്. ഇടണമായിരുന്നോ? നിങ്ങൾ അൾട്ടിമേറ്റ്ലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇന്നത്തെ ദിവസം നമ്മൾ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്? ഈ പറഞ്ഞ സമരം ചെയ്തവർക്കെതിരെ, ഈ പറയുന്ന ഗവർണർക്കെതിരെ സമരം ചെയ്തവരെ നമ്മൾ എങ്ങനെ എടുക്കും? എന്ത് വകുപ്പിട്ടു? അതാണ് ഇനി അടുത്ത ഫർദർ പ്രൊസീഡിങ്സ്. അതിനകത്ത് ഗുരുതര വകുപ്പ് പോലീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പിന്നെ എന്താ? ഇരട്ട നീതി ഒന്ന് പറഞ്ഞു തന്നെ, അതിന് എക്സ്പ്ലനേഷൻ എന്താ? അതല്ലേ എന്റെ ഒരു രസം. ഞാൻ ഗുരുതര വകുപ്പിട്ടു എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഗവർണർ പറഞ്ഞ വാചകമാണ്. ആദ്യം 7 പേര്, പിന്നെ 17 പേര്, 12 പേര്. അല്ലല്ല, അത് തിരുവനന്തപുരത്തെ കേസാണ് പറഞ്ഞത്, ഇന്നത്തെ കാര്യമല്ല പറഞ്ഞത്. ഇന്നത്തെ സംഭവമല്ല പറഞ്ഞത്, നേരത്തെ കാര്യമാണ് പറഞ്ഞത്. നേരത്തെ കാര്യമാണ് പറഞ്ഞത്. നേരത്തെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയതിനെ കുറിച്ചാണ് പറഞ്ഞത്. എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായത്. അല്ല, നേരത്തെ ചർച്ച നമ്മൾ നേരത്തെ നടത്തിയല്ലേ? ഇന്ന് ഇപ്പോഴത്തെ കാര്യം പറ. ഇന്ന് അദ്ദേഹത്തിന് എറിഞ്ഞതിന്റെ കാര്യം പറ. എറിഞ്ഞത് കാര്യത്തിനെ കുറിച്ച് ആർക്കും ഒരു പ്രശ്നമില്ല. എറിഞ്ഞ വിഷ്വൽസ് ഇല്ല, ഉണ്ടോ? ഇന്ന് ഈ വിഷയം ഞാൻ എറിഞ്ഞ വിഷ്വൽസ് ഉണ്ടെന്ന് പറഞ്ഞോ ലാൽ? ഞാൻ പറഞ്ഞോ? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല. ഗവർണറോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഗവർണർക്കെതിരായ ചോദ്യങ്ങൾ അത് എന്റെ നേരേക്ക് ഇടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ എല്ലാവരോടും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് CPM-നോട് സർക്കാരിനെ ന്യായീകരിച്ച് ചോദിക്കാൻ പറ്റില്ല. എനിക്ക് തിരിച്ചുള്ള മറുപടിയാണ് വേണ്ടത്. BJP-യുടെ ഗവർണർക്കെതിരായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. താങ്കൾക്ക് അറിയാമല്ലോ ഇത് എങ്ങനെയാണ്. പിന്നെ എന്താണ് തർക്കം? ഞാൻ അതങ്ങനെ എടുക്കുന്നില്ല സ്മൃതി, ഞാൻ അതങ്ങനെ എടുക്കുന്നില്ല. ഞാൻ നിങ്ങളത് ചോദിച്ചതിനെ കുറിച്ചും ഞാൻ സണ്ണിക്കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞ് അത് അവസാനിപ്പിച്ചതാണ്. ഞാൻ നിർത്തി. ഞാൻ പറഞ്ഞു വന്നത് ഈ വിഷയം ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലല്ലോ എസ്കലേഷൻ സംഭവിച്ചത്. ഇത് കേന്ദ്രത്തിലേക്കും CRPF-ലേക്കും ഒക്കെ പോയത് ഇന്നത്തെ ഈവന്റ് അനുസരിച്ചല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇന്നത്തെ ഈ ഇൻസിഡന്റിൽ അദ്ദേഹത്തിന് മേളിലേക്ക് വിളിക്കാനും ലോ ആൻഡ് ഓർഡർ പ്രശ്നത്തൊക്കെ ആക്കാനും ഉള്ള രീതിയിൽ ഏത് ഡെവലപ്മെന്റ് ആണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ പ്രത്യേകിച്ച് ആ കുട്ടികളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിനുള്ള വിഷ്വൽസ് നമ്മുടെ കയ്യിലില്ല, നിങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലില്ല, ആരുടെയിലും ഇല്ല. അത് ഈ പറഞ്ഞ ഗവർണറുടെയിലും ഇല്ല. BJP-യുടെ ഓഫീസിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ പറയുന്ന ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ചുമ്മാതെ ഒരാളെ പ്രിജുഡൈസ് ചെയ്യുകയും ഇവിടെ ലോ ആൻഡ് ഓർഡർ തകർന്നെന്ന് പ്രൂവ് ചെയ്യുകയും അല്ലെങ്കിൽ കാണിക്കുകയും നിങ്ങൾ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറിൽ ഇവിടുത്തെ പോലീസിനെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റത്തില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾ CRPF-നെ കൊണ്ടുവരിക. ആ അധമ രാഷ്ട്രീയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതല്ലാതെ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് കേസെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് മുമ്പ് എറിഞ്ഞ കേസെടുത്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം അതിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം, അദ്ദേഹം ഇതെല്ലാം വിട്ട് അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് മറ്റൊരാളെ ഏൽപ്പിക്കുന്നു. വെച്ചാൽ കേരള പോലീസിന് അത് പാലിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് അദ്ദേഹം നറേറ്റീവ് നാഷണൽ ലെവലിൽ കൊണ്ടിരുന്നു. അത് തെറ്റാണ്, അതിന് ഒരു സംശയം വേണ്ട. അത് തെറ്റാണ്, നമ്മൾ ഉറച്ചു തന്നെ പറയണമെന്ന് ഞാൻ പറഞ്ഞു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.